ഇന്ത്യയെ കൊട്ടാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് പാഴാക്കാറില്ല. കഴിഞ്ഞ ദിവസം UN-ലെ പൊതുസഭാ സമ്മേളനം ഉണ്ടായിരുന്നു, ഈ ജനറൽ അസംബ്ലി. അതിലും അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ കാരണമാണ് ഈ ലോകത്ത് സമാധാനമില്ലാത്തത്, ഇന്ത്യ കാരണമാണ് എനിക്ക് നോബൽ പ്രൈസ് കിട്ടാത്തത്, ഇങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിൽക്കാത്തതിന്റെ കാരണം ഇന്ത്യയാണ്. കാരണം ഇതിനിടയിൽ നിന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അതായത് ഈ റഷ്യയുടെ എണ്ണ നമ്മൾ വാങ്ങിക്കുന്നത് കാരണമാണ് റഷ്യക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല, പാവപ്പെട്ട രാജ്യമാണല്ലോ റഷ്യ. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിന്റെ ന്യായവൈകല്യങ്ങൾ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കിട്ടുന്ന തകർന്ന എസ്കലേറ്ററും ടെലിപ്രോംപ്റ്ററുമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ലോകം നശിച്ച ലോകമാണ്, എന്നെ ഒന്ന് അംഗീകരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. എന്തായാലും ട്രംപ് പോയ പാടെ പിന്നാലെ പരിഹാസങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം എത്തിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ട്രംപിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെ പരിഹസിച്ചത്. അതായത് H-1B വിസ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫീസ് വർധനവും 90 ലക്ഷം അടുപ്പിച്ചുള്ള ഫീസ് വർധനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ നിശ്ചിതമായി പരിഹസിച്ച്, അതായത് ആക്ഷേപിച്ച്, അമേരിക്കൻ ട്രംപിനെ ആക്ഷേപിച്ചാണ് ജർമ്മനിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതി ഫിലിപ്പ് ആക്കേക്കർ ആണ് ഈ പറയുന്ന വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നത്. ആക്കേർമാൻ എന്ന് പറയുന്ന ഫിലിപ്പ് ആക്കേർമാൻ, അദ്ദേഹമാണ് ഈ രൂക്ഷ വിമർശനം അമേരിക്കൻ ട്രംപിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല ജർമ്മനി ചെയ്തിരിക്കുന്നത്. ജർമ്മനി ഇന്ത്യയുമായിട്ട് ദീർഘകാലത്തിലുള്ള സൗഹൃദമുണ്ട്. അവരുടെ സംസ്കാരവുമായിട്ട് പോലും ഇന്ത്യക്ക് വലിയ ബന്ധമുണ്ട്. കാരണം ജർമ്മനിയുടെ ഭാഷാ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാണിനിയുടെ പ്രതിമ കാണാൻ കഴിയും.